സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വ്യവസായി മുഹമ്മദ് ഷർഷാദിനെ കോടതി റിമാൻഡ് ചെയ്തു. തനിക്കെതിരായ പരാതി രാഷ്ട്രീയ വൈരാഗ്യമാണെന്നും ഇതിന് പിന്നിൽ പി ശശിയുടെ ഓഫീസാണെന്നും ഷർഷാദ് ആരോപിച്ചു. അറസ്റ്റ് എല്ലാ നടപടിക്രമങ്ങളും ലംഘിച്ചാണെന്ന് അഭിഭാഷകനും പ്രതികരിച്ചു. ഇതിന്റെ പുറകിൽ ആരൊക്കെയാ കളിച്ചിരിക്കുന്നത് എന്നുള്ളത് നന്നായിട്ട് അറിയാം. മെയിനായിട്ട് പി ശശിയുടെ ഓഫീസ് തന്നെ, വേറെ ആരുമില്ല. രാഷ്ട്രീയ വൈരാഗ്യം തന്നെ. ഞാൻ ആ സെക്രട്ടറിയുടെ മകനെതിരെയുള്ള എൻ്റെ ഇഷ്യൂസ് അവർ എന്നെ ഭീഷണിപ്പെടുത്തി അത് ഒതുക്കാൻ നോക്കുകയാണ്. അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഉടനെ തന്നെ പുറത്തു വരും. ഈ പെറ്റീഷണർ എന്ന് പറഞ്ഞ ഇൻവെസ്റ്റർ പാർട്ടി കുടുംബത്തിലുള്ള ആളാണ്. അയാളെ പറ്റി നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. അവർ ഇപിന്റെ ടീമാണ്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിതിൻ, ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നാണല്ലോ ഇപ്പോൾ ഷർഷാദ് പറയുന്നത്. ഇത് ആരെ ഉദ്ദേശിച്ചാണ്? വിവരങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസമാണ് 40 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിൽ വ്യവസായിയായ മുഹമ്മദ് ഷർഷാദിനെ ചെന്നൈയിൽ നിന്നും എറണാകുളം സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ നേരത്തെ ആരോപണങ്ങൾ ഉന്നയിച്ച് വിവാദത്തിലായ വ്യവസായിയാണ് മുഹമ്മദ് ഷർഷാദ്. ഇയാൾ കഴിഞ്ഞ ദിവസം പിടികൂടി ഇന്ന് ഉച്ചയോടെയാണ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ഷർഷാദ് ഈ കമ്പനിയുടെ ഉടമയല്ല എന്നാണ് അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. അറസ്റ്റ് കെട്ടിച്ചമച്ച കേസിലാണെന്നും കുറ്റകൃത്യം നടന്നത് ചെന്നൈയിലും ഷർഷാദ് ചെന്നൈയിലും ഇരിക്കെ ഇത്തരത്തിൽ കേരളത്തിൽ കേസെടുത്തത് ദുരൂഹമെന്നുമാണ് കോടതിയിൽ അഭിഭാഷകൻ പറഞ്ഞത്. ഒപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കൈവലങ്ങ് വെച്ചത് എന്തിനാണെന്നും അഭിഭാഷകൻ പോലീസിനോട് ചോദിച്ചിരുന്നു. എല്ലാ നടപടിക്രമങ്ങളും ലംഘിച്ചാണ് അറസ്റ്റ് നടത്തിയതെന്നും അറസ്റ്റ് വാർത്ത മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്നും നോട്ടീസ് പോലും നൽകാതെ പോലീസ് ചെന്നൈയിലെത്തി അറസ്റ്റ് ചെയ്യുകയെന്നാണ് അഭിഭാഷകൻ പറഞ്ഞത്. അത് പിന്നീട് പുറത്തിറങ്ങിയ ശേഷമാണ് മുഹമ്മദ് ഷർഷാദ് ഇത്തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ വൈരാഗ്യമാണെന്നും പരാതിക്ക് പിന്നിൽ പി ശശിയുടെ ഓഫീസാണെന്നുമാണ് ഷർഷാദ് പറഞ്ഞത്. ഈ പരാതിക്കാരൻ പാർട്ടി കുടുംബത്തിലെ അംഗമാണ്. തനിക്ക് നേരെ ഭീഷണിയുണ്ട്. പുറത്തു വന്ന ശേഷം മാധ്യമങ്ങളോട് വിശദമായി പറയുമെന്നും പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരായ വിഷയം ഭീഷണിപ്പെടുത്തി ഒതുക്കി തീർക്കാനാണ് ശ്രമമെന്നുമാണ് മുഹമ്മദ് ഷർഷാദ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.